ഓക്കെ, ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കൗണ്ടി ഫിഗേഴ്സിൻ്റെ അകത്ത് നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എണ്ണിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ സ്ക്വയറിൻ്റെ അതേ ഫിഗർ തന്നെയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. ശരിയാണ്, അതേ ഫിഗറൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്ക്വയർ പറഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്വയർ എന്ന് പറയുന്നതും നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ടാണ് കൂട്ടുന്നത്. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ എന്ന രീതിയിലാണ് നമ്മൾ റെക്റ്റാങ്കിൾ കൂട്ടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു മോഡലിനകത്ത് വരുന്നത് ഇങ്ങനെ കോളർ. ഓക്കെ, റോസിലും കോളേഴ്സിനകത്തും ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ. ഓക്കെ, ആ ഒരു രീതിക്കാണ് വരുന്നത്. ഇതിപ്പോൾ സ്ക്വയർ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് എണ്ണി എടുക്കണമെന്ന് നോക്കാം. നമുക്കിത് ഓൾറെഡി അറിയാം. ഇതിനകത്ത് 1, 2, 2ന്റെ സ്ക്വയർ പ്ലസ് 1ന്റെ സ്ക്വയർ 5 സ്ക്വയർ ഉണ്ടാവും എന്നറിയാം അല്ലേ? 5 സ്ക്വയർ ഈ ഒരു ഫിഗറിനകത്ത് ഉണ്ടാകും എന്ന് നമുക്കറിയാം. ഇനി റെക്റ്റാങ്കിൾ ഷേപ്പ്, അതായത് റെക്റ്റാങ്കിൾ മാത്രമായിട്ടുള്ള എത്ര ഷേപ്പ് ഉണ്ടാകുമെന്ന് നമുക്ക് എണ്ണിയെടുക്കാം. ഓക്കെ, 5 സ്ക്വയർ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, അപ്പോൾ അതിന് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രം എത്ര ഉണ്ടെന്ന് എണ്ണി എടുക്കാം. അപ്പോൾ ആദ്യമേ ഉള്ളത് ഇതാ ഇത്. ഓക്കെ, ആ ഒരു വലിയ ഇത്, അത് എത്ര ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. ദെൻ അടുത്ത വരുന്നത് ഇതാ ഈ ഒരു ഫിഗർ. അടുത്ത വരുന്നത് ഇപ്പൊ എത്രയായി? 2ആയി. ഓക്കെ, ഇപ്പോൾ 2ആയി. ഇനിയിപ്പോൾ അടുത്ത മൂന്നാമത്തെ ഫിഗറായിട്ട് വരുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതായിരിക്കും മൂന്നാമതായിട്ട് വരുന്ന റെക്റ്റാങ്കിൾ. ഇനി നാലാമതായിട്ട് വരുന്ന റെക്റ്റാങ്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആ, ഇതാണ് നാലാമതായിട്ട് വരുന്ന റെക്റ്റാങ്കിൾ. ഓക്കെ, നാലാമതായിട്ട് വരുന്ന റെക്റ്റാങ്കിൾ. അപ്പോൾ മൊത്തം ഇതിനകത്ത് 5 സ്ക്വയർ 4 റെക്റ്റാങ്കിൾ, 5 സ്ക്വയറും 4 റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രമായിട്ടുള്ളത്. ഓക്കെ, 5 സ്ക്വയറും 4 റെക്റ്റാങ്കിൾ ഷേപ്പ് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെയൊക്കെ ഈ ഒരു ഫിഗറിനകത്ത് എത്ര സ്ക്വയർ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻ 9 എന്നാണ്. ആദ്യം കൺസിഡർ ചെയ്യേണ്ട ഓപ്ഷൻ 9 എന്നാണ്. അത് കൺസിഡർ ചെയ്തതിന് മാത്രം ശേഷമേ ഈ 4ലോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, റെക്റ്റാങ്കിൾ ഒള്ളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ 4 എഴുതുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇൻഡിവിജ്വൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വേറൊരു വഴിയുണ്ട്. വേറെ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്പർ ചെയ്യാം. 1, 2, 1, 2 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്യാം. എന്നിട്ട് ഈ റോയിലുള്ള എല്ലാം കൂടി കൂട്ടുക, കോളത്തിലെല്ലാം ഉള്ള എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ കൂട്ടാൻ നേരത്തെ 3 വരും. ഈ 3 × 3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ടോട്ടൽ ഇതിലെത്ര ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 9 ആയിരിക്കും ഈ ഒരു ഫിഗറിൻ്റെ ആൻസർ. അപ്പോൾ ഇതിനകത്ത് ഒള്ളി റെക്റ്റാങ്കിൾസ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ക്വയറിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ എണ്ണം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, വേറെ സെയിം മോഡൽ നമുക്ക് 2 ഫിഗർ കൂടി നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ടോട്ടൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3. ഓക്കെ, ആഡ് ചെയ്തുമ്പോൾ 6 ഷേപ്പ് വരും അല്ലേ? ഇവിടെ 6 വരും. 6 ഷേപ്പ് അല്ല, 6. ദെൻ ഇവിടെ 6. 6 × 6 36 റെക്റ്റാങ്കിൾ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒള്ളി റെക്റ്റാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ടെന്ന് നമുക്കറിയാം. 3ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 9ഉം 1ഉം 10, 14 സ്ക്വയർ ഉണ്ടെന്ന് നമുക്കറിയാം. 14 ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 22. അപ്പോൾ ഒള്ളി റെക്റ്റാങ്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കണം. അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്ന് മാത്രമാണ് ചോദിച്ചെങ്കിൽ ഈ ഓപ്ഷനിലാണ് നിങ്ങൾ പോകേണ്ടത്. ഇതിപ്പോൾ ഈ ഒരു ഫിഗർ, ഇതിപ്പോൾ ഓരോ ഫിഗറും സ്ക്വയർ ഷേപ്പ് അല്ലേ? ഇത് സ്ക്വയർ ഷേപ്പ് അല്ലാതെ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരുന്നെങ്കിലും നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ 1, 2, 3 നമ്പർ ഇടുക, ആഡ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നമ്പർ ചെയ്യുക. 1, 2, 3, 4, 1, 2, 3,
4. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നമുക്കറിയാം, ഇത് 1 തൊട്ട് 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ? താഴെ 1 തൊട്ട് 4 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയല്ലേ? സോ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. n ഇൻറ്റു എൻ പ്ലസ് 1/2 ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. n ഇൻറ്റു എൻ പ്ലസ് 1/2 വെച്ചിട്ടൊന്ന് ചെയ്യാം. അല്ലെങ്കിൽ അധികമൊന്നും നമുക്ക് എണ്ണാൻ കാണത്തില്ല, അതുകൊണ്ട് തന്നെ മാനുവലായിട്ട് എണ്ണി എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫിഗർ സപ്പോസ് നിങ്ങൾക്ക് എപ്പോഴും 3/3 അങ്ങനെ തന്നെ വേണമെന്നില്ല. ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ മൂന്നും ഇത് റെക്റ്റാങ്കുലർ ഷേപ്പാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 2 3 എഴുതുക, ഇവിടെ 2 എഴുതുക, ഇത് കൂട്ടുക, ഇവിടെയും കൂട്ടുക, 6 ഇൻറ്റു 3 18. 18 റെക്റ്റാങ്കിൾ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. സോ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് റെക്റ്റാങ്കിളിൽ ആദ്യത്തെ മോഡൽ വരുന്ന. അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.